അതെടുത്ത് എറിഞ്ഞ് എൻ്റെ മേത്തേക്ക് വന്ന് വീണ്. എനിക്കിത് വീണ സാധനം ഞാൻ തട്ടിക്കളഞ്ഞ് എൻ്റെ മേത്ത് മൊത്തം അതിൻ്റെ പൊടിയൊക്കെ വീണ്. ചൊറിച്ചിൽ സഹിക്കാൻ പറ്റാത്തതിനും എൻ്റെ യൂറിൻ ഭാഗത്ത് എനിക്ക് കാല് ഞാൻ അകത്തി വെക്കുന്ന ഒരു സ്റ്റേജ് ആയിരുന്നു. എനിക്ക് അതിൻ്റെ ഉള്ളിൽ വരെ ആയിരുന്നു അവസാനം. ക്ലാസ് മുറിയിൽ തൊട്ടടുത്തിരുന്ന കൂട്ടുകാരികളുടെ ക്രൂരതയെക്കുറിച്ചാണ് 10ാം ക്ലാസ് വിദ്യാർത്ഥിനി ഈ പറഞ്ഞതത്രയും. കൂട്ടുകാരികളെറിഞ്ഞ് നയക്കുരണ ദേഹത്ത് വീണ ശരീരമാകെ ചൊറിഞ്ഞു തടിച്ചു. ഞാൻ ഈ സാധനം ബാഗിൽ നിന്ന് എടുത്തിട്ട് ബാക്കിയുള്ള കൂട്ടുകാരോട് പറയണ്ടായിരുന്നു, ഇത് ഞാൻ രാവിലെ 5 മണിക്ക് പോയി പറിച്ചതാണ്, അച്ഛനും അനിയനും ഉറങ്ങിക്കിടക്കണായിരുന്നു. കുളിച്ചതോടെ സ്വകാര്യ ഭാഗത്തുൾപ്പെടെ നയക്കരുണ പടർന്ന ചൊറിച്ചിലും അസ്വസ്ഥതകളും കൂടി. ശുചിമുറിക്കകത്ത് മണിക്കൂറുകൾ നിൽക്കേണ്ടി വന്നപ്പോഴും കൂട്ടുകാർ പുറത്ത് കളിയാക്കലുകൾ തുടർന്നു. അങ്ങനെയൊക്കെ ഡ്രസ്സില്ലാതെ നിൽക്കണ എൻ്റെ ലൈഫിൽ ആദ്യത്തെ ഒരു ഇത് തന്നെയായിരുന്നു. ഭയങ്കര ഒരു ബുദ്ധിമുട്ട് പോലെയായിരുന്നു. അതിൻ്റെ പുറത്ത് നിന്ന് തന്നെ കളിയാക്കലായിരുന്നു കൂട്ടുകാർ. ഞാൻ പാൻറ്റീസ് ഇടാത്തതുകൊണ്ടാണ്, ഞാൻ സിബ് ഇടാത്തതുകൊണ്ടാണ്, ഷെമ്മി ഇടാത്തതുകൊണ്ടാണ്. അങ്ങനെ എനിക്ക് ഭയങ്കര ഒരു കളിയാക്കലായിരുന്നു എൻ്റെ പുറത്തുനിന്ന്. മോഡൽ പരീക്ഷ പോലും എഴുതാനാകാതെ മാനസികമായി തളർന്ന വിദ്യാർത്ഥിനി ആഴ്ചകളോളം ആശുപത്രിയിലും വീട്ടിലുമായിരുന്നു. കുട്ടികൾ ക്ലാസ്സിൽ കളിക്കാൻ വേണ്ടി കൊണ്ടുവന്നു പറഞ്ഞാൽ പോലും നമ്മൾക്ക് അനുവദിച്ചു കൊടുക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ്. കുട്ടിക്ക് ഉണ്ടായേക്കണ ഇൻഫെക്ഷനിൽ നിന്നും കുട്ടിക്ക് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ കുട്ടിയുടെ ഉൾഭാഗങ്ങളിലേക്ക് വന്നിട്ടുണ്ടെന്നാണ് ഡോക്ടറുടെ മൊഴി. 10ാം ക്ലാസ് പരീക്ഷയ്ക്ക് പോലും പഠിക്കാൻ കഴിയാത്ത അവസ്ഥയാണെന്ന് കുട്ടി പറയുന്നു. അവരെല്ലാം ക്ലാസ്സിൽ പോയിരുന്നു പഠിക്കണ്, എനിക്കൊന്നും ചെയ്യാൻ പറ്റണില്ല. അപ്പം എനിക്കൊരു ചാപ്റ്ററുമായിട്ട് ഒരു പേജ് അതിൻ്റെ കവർ ചെയ്തെടുക്കാൻ എനിക്കൊന്നും പറ്റണില്ല. ഇനി ജോലിക്ക് പോലും പോകാനാകാതെ മാനസികമായി തളർന്ന മകൾക്ക് കാവലിരിക്കുകയാണ് അമ്മ. രാത്രി മുഴുവൻ ഒരു പേപ്പറും കൊണ്ടും ബുക്ക് കൊണ്ടും വീശിയാണ് നമ്മൾ കൊടുത്ത ആ കൊച്ചിനെ. ഉറക്കം വരില്ല, കൊച്ചിന് ഉറക്കം വരില്ല എന്ന് പറയാൻ കാരണം ഇത് കാല് രണ്ടും കൂട്ടി വെക്കാൻ നമുക്കൊന്നും ഉറങ്ങാൻ പറ്റില്ല. നമുക്ക് സ്വസ്ഥമായിട്ട് അതിനൊന്നും കാല് കൂട്ടി വെക്കുമ്പോൾ മുള്ള് അതിൻ്റെ ഉള്ളിലായിരുന്നു തറഞ്ഞു തരണം. പിന്തുണ നൽകേണ്ടതിന് പകരം ക്ലാസ്സിലെത്താൻ മകളെ നിർബന്ധിക്കുകയായിരുന്നു സ്കൂൾ അധികൃതരെന്നാണ് ആരോപണം. സംഭവത്തിൽ കുട്ടിയുടെ മൊഴി ജില്ലാ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ വീട്ടിലെത്തി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അധ്യാപകരിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ചു. നയക്കരുണപ്പൊടി എറിഞ്ഞ് പെൺകുട്ടിയും 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയായതിനാൽ പരീക്ഷ കഴിഞ്ഞ ശേഷമാകും മൊഴി രേഖപ്പെടുത്തുക. വികൃതിയെന്ന് സ്കൂൾ ഇതിനെ വിളിക്കുമ്പോൾ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തുനിന്നെങ്കിലും ഒരു നടപടി ഉണ്ടാകുമെന്ന് മാത്രമാണ് ഇവർ പ്രതീക്ഷിക്കുന്നത്. ക്യാമറമാൻ മനോജ് മാടശ്ശേരിക്കൊപ്പം കൊച്ചിയിൽ നിന്ന് റിയ, മാതൃഭൂമി ന്യൂസ്.